ബലാത്സംഗത്തിനും ഗർഭഛിദ്രത്തിനും രാഹുലിനെതിരെ തെളിവുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും CPIM BJP ഗൂഢാലോചനയെന്നുമാണ് രാഹുലിന്റെ വാദം. റിനു ശ്രീധർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനുവിലേക്കാണ്. റിനു, അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേൾക്കാത്ത രീതിയിലുള്ള വിശദമായ വാദങ്ങൾ, അസാധാരണമായ നീക്കങ്ങളൊക്കെ കോടതിയിൽ കണ്ട ദിവസമാണ്. നാളെ അതിന് തുടർവാദങ്ങളുണ്ട്. പ്രോസിക്യൂഷൻ എന്തോ കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ, റിനു? കാശ്മീർ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ അസാധാരണമായിട്ടുള്ള ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിശോധന തന്നെയാണ് നടന്നതെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഒരു ദിവസം മുഴുവൻ വാദം കേൾക്കുന്നു. ഇരു വിഭാഗങ്ങളുടെയും നാളത്തേക്ക് വീണ്ടും വാദം കേൾക്കുവാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. നാളെ വാദം പൂർത്തിയാകുകയാണെങ്കിൽ വിധി പറയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇരു വിഭാഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണുള്ള ഇത്. പ്രോസിക്യൂഷൻ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ അടക്കം കോടതിയിൽ സമർപ്പിച്ചു. കോടതി കൃത്യമായി തന്നെ ഈ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ വാദിച്ചത് ഒരു രാഷ്ട്രീയ പ്രേരണയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ് എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള സഹകരണവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ഒപ്പം സീൽ ചെയ്ത കവറിൽ കൃത്യമായിട്ടുള്ള തെളിവുകളും അവർ ഹാജരാക്കുന്നു. കാരണം ഈ ഗർഭചിത്രം നടത്തിയതിന് സുഹൃത്തിനോട് മരുന്ന് ആവശ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ സീൽ ചെയ്ത കവറിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ കൃത്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഗർഭിണിയായെന്ന് അറിഞ്ഞതിന് ശേഷവും ക്രൂരമായി ഈ ഇരയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തെളിവുകളും നശിപ്പിക്കപ്പെടും എന്നുള്ള ഒരു കാര്യവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം. എന്തായാലും ഇരു വാദങ്ങളും കേട്ടു, ഇരു വിഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടു. അതിനുശേഷം കൂടുതൽ രേഖകൾ ഹാജരാക്കണമെന്നുള്ള ആവശ്യമാണ് പ്രോസിക്യൂഷൻ വീണ്ടും മുന്നോട്ട് വെച്ചത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നാളെ കൂടുതൽ വാദം കേൾക്കാമെന്നുള്ളത് കോടതി. പബ്ലിക് പ്രോസിക്യൂട്ടർ റിലേഡ് അപ്പോൺ സം മെറ്റീരിയൽസ് നോട്ട് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇനിയും ഹാജരാകാത്ത ഏതോ രേഖകളിൽ പ്രോസിക്യൂട്ടർ വാദം നടത്തി. അത് നാളെ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ വാദം നീളുന്നതിന് കാരണം പ്രോസിക്യൂഷൻ ഹാജരാക്കാനുള്ള ഏതോ രേഖ ആണെന്ന് തോന്നുന്നു. റിനു, അതെന്ത് രേഖയാണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ? കാശ്മീർ, നമുക്ക് അത്തരത്തിൽ ഒരു വിവരമില്ല. കാരണം നിലവിൽ കൃത്യമായിട്ടുള്ള, അതായത് മെഡിക്കൽ റിപ്പോർട്ട് അടക്കം ഈ കോടതിക്ക് മുറിക്കുള്ളിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ എതിർഭാഗം, അതായത് പ്രതിഭാഗം കുറേ രേഖകൾ സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ രേഖയിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ വളരെയേറെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. ഡിജിറ്റൽ രേഖകൾ, അതായത് പ്രോസിക്യൂഷൻ വെച്ച ഡിജിറ്റൽ രേഖകളുടെ അടക്കം കോടതി കൃത്യമായി സമയമെടുത്ത് പരിശോധിച്ചു എന്നുള്ളതാണ്. അതിന്മേലുള്ള വാദപ്രതിവാദത്തിന് ശേഷമാണ് പ്രോസിക്യൂഷൻ കൂടുതൽ രേഖകൾ ഉണ്ട് എന്നും അത് ഹാജരാക്കാൻ സമയം ആവശ്യമാണ് എന്നുള്ളൊരു കാര്യവും മുന്നോട്ട് വെക്കുന്നത് കോടതിയോട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നാളെ കൂടുതൽ വാദം കേൾക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ നാളെ കൂടുതൽ വാദം കേട്ടാലും വിധി പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുന്നതിലോ ഒരു തരത്തിലുള്ള തടസ്സവുമില്ല എന്നുള്ളത് തന്നെയാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഈ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം കോടതി അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അത്തരമൊരു ഇടപെടലൊക്കെ ചിലപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ അത്തരം ഒരു തരത്തിലുള്ള നടപടിയും ഇടപെടലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളത്, രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ സഹകരിക്കും എന്നുള്ളതാണ് പ്രതിഭാഗം പറയുന്നത്. എല്ലാ വാദപ്രതിവാദങ്ങളും കോടതി കേൾക്കുന്ന ഒരു സാഹചര്യം, സമയമെടുത്ത് കേൾക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. അതിനുശേഷമാണ് നാളത്തേക്ക് വിധി പറയാൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും നാളെ വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കുവാൻ വേണ്ടി മാറ്റിവെച്ചത്. വിശദമായ വാദം കേട്ടതിന് ശേഷം, കാരണം അപൂർവങ്ങളിൽ അപൂർവമെന്ന് നമുക്ക് പറയേണ്ടി വരും, ഇന്ന് അത്തരത്തിലുള്ള ഇടപെടലാണ് ഒരു ജാമ്യ ഹർജിയിന്മേൽ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായത്. നാളെയും അത് വലിയ രീതിയിൽ നീട്ടിക്കൊണ്ടു പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ തന്നെ വിധി ഉണ്ടാകും എന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. ആഷ്മി, ശ്രീധരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ കോടതി അങ്ങനെ ചെയ്യില്ല എന്നുള്ളതല്ല, പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കീഴ്വഴക്കമായി സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളത് ഈ പ്രതിക്ക്, അവിടെയുള്ള പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് കേസിനെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുക, തെളിവ് നശീകരണം ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങൾ, വളരെ ബേസിക്കായ കാര്യങ്ങൾ മാത്രം പരിശോധിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ഇല്ല എന്ന തീരുമാനത്തിലേക്കാണ് സാധാരണ കോടതികൾ എത്താറുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇരുപക്ഷവും പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഈ പറയുന്ന രീതിയിലുള്ള തെളിവുകൾ, ഡീറ്റെയിൽ തെളിവടക്കം ഹാജരാക്കി. അത് കേവലം ഹാജരാക്കൽ മാത്രമല്ല, കോടതി അത് വിശദമായി തന്നെ, എന്ന് പറഞ്ഞാൽ വളരെ ഏതാണ്ട് 3/4 മണിക്കൂറൊക്കെ എടുത്ത് വളരെ വിശദമായി തന്നെ ആ രേഖകൾ പരിശോധിച്ചു. പ്രോസിക്യൂഷൻ കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ട് എന്ന തിരിച്ചറിവിൽ നാളെ ആ രേഖകൾ ഹാജരാക്കൂ എന്നാണ് ആ രേഖകൾ ഹാജരാക്കാനും അതിന് തുടർവാദം എന്ന് പറഞ്ഞാൽ വളരെ വിശദമായി തന്നെ വാദം കേൾക്കണം. ഒരുപക്ഷെ കേസിന്റെ മെറിറ്റിലേക്കൊക്കെ കടന്നുകൊണ്ട് തന്നെ വളരെ വിശദമായ
ആ വാദം ആ മുൻകൂർ ജാമ്യത്തിൽ കേൾക്കുകയാണ്. നാളെ വിധി ഉണ്ടാകാം, ചിലപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് അതാവുകയും ചെയ്യാം. റിനു ശ്രീധറാണ് കോടതിയിലെ വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.